വായടി, നിക്ക് 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 വായടി, നിക്ക് വായടി, ഒന്ന് നിക്ക് വായടി. വായടി വായടി, ഒന്ന് കണ്ണടച്ചേ. ആ, ഇനി ഇരുന്നേ. ഇനി നീ വാ തുറന്നേ. ആ ആ കുൽഫി? പ്രീതു, നീ കുൽഫി എവിടുന്നാ വാങ്ങിയത്? വായടി, ഐ ലവ് യു. നീ കഴിച്ചോ, നല്ല ടേസ്റ്റിയാ കുൽഫി. ഇനി നീ വയറ് നിറയെ കുൽഫി കഴിച്ചോ. പക്ഷെ നീ കുൽഫി എവിടുന്നാ വാങ്ങിയെന്ന്? അവിടെ ഒരു അങ്കിളുണ്ടല്ലോ, കുൽഫി കൊണ്ടുവന്നു. അതിന് 2 കുൽഫിയെ ഞാനിങ്ങ് എടുത്തു. നല്ല ടേസ്റ്റിയാ കുൽഫി, നീ കഴിച്ചോ, ഞാനും കഴിക്കാൻ പോവാ. ഇത് തെറ്റാണ് പ്രീതു. ഇതിനെയാണ് മോഷണം എന്ന് പറയുന്നത്. നോക്ക്, അയാൾക്ക് ഈ കുൽഫി വിൽക്കാൻ സാധിച്ചെങ്കിൽ ഇതിന് പൈസ കിട്ടുമായിരുന്നു. ഇപ്പൊ അയാൾക്ക് നഷ്ടമല്ലേ വന്നത്? നീ അയാളുടെ അധ്വാനമല്ലേ നഷ്ടപ്പെടുത്തിയത്? ഞാനൊരു കാര്യം ചെയ്യാം, അയാൾക്ക് പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. വായടി, അധ്വാനല്ല, ഞാൻ കുൽഫിയാ കഴിക്കുന്നേ. പിന്നെ ഞാൻ ഇത് നിനക്ക് വേണ്ടിയല്ലേ വാങ്ങിയത്. വായടി കൃഷ്ണ, കൃഷ്ണ. ഈ കൃഷ്ണനെ വീണ്ടും കാണാനില്ല. എപ്പോ നോക്കിയാലും കളിയാണ്. ചേട്ടാ, ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടി 2 കുൽഫി എടുത്തിരുന്നു. അതിന് പൈസ തന്നിട്ടില്ലായിരുന്നു. വാങ്ങിച്ചോളൂ. താങ്ക് യു. സുജി, സുജി, നീ ഇവിടെയാണോ താമസിക്കുന്നത്? ആ, ഇവിടെ അടുത്ത താമസം. ഈ വികൃതിക്കുട്ടി എന്റെ മാമന്റെ മോനാണ്. ഞാൻ ഓഫീസിൽ നിന്നും ഇവനെ കാണാനായി വന്നതാണ്. കുൽഫി മോഷ്ടിച്ച് ഓടുകയായിരുന്നു. പിന്നെ പറയേ, ഒരുപാട് നാളായല്ലോ നീ ഓഫീസിലേക്ക് വന്നിട്ട്. അത് വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അതാ. ശരി പൂജ, ഞാൻ പൊക്കോട്ടെ. സുജി, നിൽക്കൂ, ഒരു കാര്യം പറയട്ടെ. നന്ദിത മാഡവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിന്നെ ഇൻഫോം ചെയ്യണമെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? നീ എന്താ ഇപ്പൊ പറഞ്ഞത്? നന്ദിത മാഡം ഇന്ന് ഓഫീസിലേക്ക് വന്നിരുന്നു. അവരുടെ ചില ഡോക്യുമെന്റ്സ് എടുക്കാൻ വന്നതായിരുന്നു. അമ്മ, നീ അവരുടെ ഫോൺ നമ്പർ വാങ്ങിയോ? ഞാൻ അവരുടെ നമ്പർ ചോദിച്ചതാ, പക്ഷെ അവർ തന്നില്ല. സുജി, എവിടെ എന്റെ അമ്മ? നന്ദിത മാഡം വളരെ വിഷമത്തിലായിരുന്നു. ഏതോ ലോയറുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. സുജി, അവരുടെ ഡിവോഴ്സ് നടക്കാൻ പോവുകയാണ്. ഡിവോഴ്സോ? എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഡിവോഴ്സോ? എങ്ങനെ? അതായത് എന്തിന്? സുജി, ഓഫ് കോഴ്സ് റീസൺ അത് തന്നെ ആയിരിക്കുമല്ലോ. മാനസി മാം. മാനസി മാം അതാരാ? സുജി, നീ ഇത് ആരോടും പറയരുത്. നിനക്കറിയില്ലെങ്കിലും പഴയ എല്ലാ എംപ്ലോയീസിനും കാര്യങ്ങൾ അറിയാം. സുദേവ് സാറും ആരവ് സാറിന്റെ സിസ്റ്ററും തമ്മിൽ അഫെയർ ഉണ്ടായിരുന്നു. ഇല്ലില്ല, അങ്ങനെയൊന്നും നടക്കില്ല. ചിലപ്പോ മാനസി മാമുമായുള്ള അഫെയറിന്റെ കാര്യം നന്ദിത മാഡം അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാവും ഡിവോഴ്സ് നടത്തുന്നത്. വായടി, ഡിവോഴ്സ് എന്ന് വെച്ചാ എന്താ? ഒന്നുമില്ല. സുജി, നീ എന്തിനാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? നീ 2 മിനിറ്റ് ഒന്ന് നിക്ക് പൂജ, ഞാനിപ്പോ വരാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഒന്നും കേക്കില്ല. ആദ്യം നീ എനിക്ക് ഡിവോഴ്സിന്റെ അർത്ഥം പറഞ്ഞതാ. അമ്മയച്ഛനും ഡിവോഴ്സ് ആയെന്ന് വെച്ചാ? അതെ വായടി, നീ എന്താ ഇത്ര വിഷമിച്ച് നിൽക്കുന്നത്? പിന്നെ ആ പൂജ ചേച്ചി എന്തിനാ അത്രയ്ക്ക് ടെൻഷൻ ആയത്? ആഹാ, ഞാൻ വിഷമിക്കുന്നില്ലല്ലോ, ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ. പിന്നെ ഡിവോഴ്സിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ കട്ടി
മോളുടെ അമ്മയും അച്ഛനും ഇല്ലേ പരസ്പരം കട്ടീസ് പറഞ്ഞിരിക്കുക. അയ്യോ വായടി, നിനക്കിതെന്നോട് നേരത്തെ പറഞ്ഞോടായിരുന്നോ? എനിക്ക് തോന്നുന്നത് അച്ഛൻ പിന്നെയും ടിഫിൻ കഴിച്ചില്ലെന്നാ. അറിയാവോ വായടി, എന്റെ അച്ഛൻ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് വരില്ലേ, അപ്പോഴെല്ലാം എന്റെ അമ്മ അച്ഛനോട് കട്ടീസാവുമായിരുന്നു. വായടി, നീ കരയണ്ടാന്നേ. പിന്നെ അച്ഛനമ്മയ്ക്ക് ഫ്ലവേഴ്സ് കൊണ്ടുവരുമ്പോഴില്ലേ, അമ്മ അച്ഛനോട് കട്ടീസ് ഇടില്ല, മിണ്ടീസ് ഇടും. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാ. അതുകൊണ്ടേ നീ കരയണ്ട വായടി. നോക്കിക്കോ എങ്ങനെ അവര് രണ്ടുപേരും മിണ്ടീസ് ആവുന്നേന്ന്. പ്രീതു, പുറത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട്. മഴ പെയ്യാൻ പോവാന്നാ തോന്നുന്നേ. നീ ഇവിടെ നിക്ക്, ഞാനിപ്പോ വരാം. എവിടെ പോവാ വായടി? സുദേവിന്റെ അഫയർ മാനസിയുടെ കൂടെയെന്നോ? മാനസിയുടെ മെന്റൽ കണ്ടീഷൻ ഇപ്പോ ശരിയല്ലല്ലോ. മാനസി മാമിന് ആദ്യം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സുജി. അവരുടെ അവസ്ഥ മാറിയത് സുദേവ് സാർ കാരണമാണ്. പൂജ, പൂജ പ്ലീസ് എനിക്കെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാ. മാനസി മാമും സുദേവ് സാറും നല്ല കൊളീഗ്സ് എന്ന പോലെ നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവരുടെ സൗഹൃദം പിന്നെയും വളർന്നു. അത് പ്രണയമായി മാറി. സുദേവ് സാറും മാനസി മാമും തമ്മിലുള്ള അഫയർ പതിയെ പതിയെ ഓഫീസിൽ എല്ലാവരും അറിഞ്ഞു. പിന്നെ പതിയെ പതിയെ ആ കാര്യം ആരവ് സാറിനോട് ആരോ ചെന്നു പറഞ്ഞു. അതിനുശേഷം ആരവ് സാറും സുദേവ് സാറും തമ്മിൽ വലിയൊരു ആർഗ്യുമെന്റ് നടന്നു. പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. ആരവ് സാർ സുദേവ് സാറിനെ കയ്യേറ്റം ചെയ്തു സുജി. ആരവ് സാർ വളരെ നല്ല മനുഷ്യനാണ്. ഈ റിലേഷൻ കാരണം സുദേവ് സാറിന്റെ കുടുംബം തകരാൻ പാടില്ലെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു സുജി. പിന്നീട് അദ്ദേഹം മാനസിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഫലം ഉണ്ടായില്ല. മാനസി മാം സുദേവ് സാറിനെ വിട്ടുപോകാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ സുദേവ് സാർ സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാനസി മാമിനെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞ് മാനസി മാമിന്റെ മനോനില വല്ലാതെ മാറി. പതിയെ പതിയെ കാര്യങ്ങളൊക്കെ വഷളായി തുടങ്ങി. അവരെ മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കേണ്ടി വന്നു. ഇന്നും അവരുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് സുജി. സുദേവും ആരവ് സാറും തമ്മിൽ വഴക്കുണ്ടാക്കിയത് എപ്പോഴാ? ജൂലൈ മാസത്തിൽ. എന്ന് വെച്ചാൽ പ്രീതുവിന്റെ മർഡർ നടക്കുന്നതിന് കൃത്യം 1 മാസം മുമ്പ്. പിന്നെ മാനസി മാമിന് ബുദ്ധിഭ്രമം സംഭവിച്ചത് എപ്പോഴാ? അതെനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നീ എന്തിനാ അറിയുന്നത്? പൂജ, അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പൊ എനിക്കത് പറയാൻ പറ്റില്ല. കൃഷ്ണ, നിനക്കറിയാവോ കട്ടീസിന് ഇംഗ്ലീഷ് എന്താ പറയുന്നേന്ന്? ഡിവോഴ്സ് 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 എന്നാ പറയുന്നേ. ഇനി ഞാൻ ഒരിക്കലും കട്ടീസ് എന്ന് പറയില്ല. ഡിവോഴ്സ് 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 എന്നേ പറയുള്ളൂ. അങ്ങനെ പറയാൻ പാടില്ല പ്രീതു. കട്ടി എന്നാൽ കട്ടി, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും. എന്റെ കൃഷ്ണ, നീ എപ്പോഴേലും സ്കൂളിൽ പോയിട്ടുണ്ടോ? എന്റെ വായടി എനിക്കിത് പഠിപ്പിച്ചു തന്നെ. എനിക്ക് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അറിയാവോ, എന്റെ അമ്മയും അച്ഛനും കട്ടീസായി. എന്ന് വെച്ചാൽ ഡിവോഴ്സ് ഡിവോഴ്സ്. മിസ്റ്റി, നിനക്ക് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു കുഞ്ഞിന് അവളുടെ മാതാപിതാക്കൾ ആകാശവും ഭൂമിയുമാണ്. അവർ പിരിഞ്ഞാൽ ആ കുട്ടിയുടെ ലോകം തന്നെ മാറി മറിയും. നീ ജീവനോടെ ഇല്ലെങ്കിലും എന്താ പ്രീതു, ഇന്നും നീ നിന്റെ അച്ഛനമ്മമാരോട് അടുത്തിരിക്കുന്നവളാണ്. പിന്നെ നിനക്ക് ഈ വേർപാട് കണ്ടു നിൽക്കാനാവില്ല. നിന്നെ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ചോദ്യം ജീവിക്കണോ മരിക്കണോ എന്നുള്ളതാണ്. വെണ്ണ എന്ത് നല്ല രസമാണെന്നോ. ടേസ്റ്റി ടേസ്റ്റി വെണ്ണ. ചേട്ടാ, ഇവിടെ വിനായകൻ എന്ന പേരിലുള്ള പേഷ്യന്റ് ഉണ്ടായിരുന്നല്ലോ. അയാള് കോമയിലായല്ലോ. അവിടെ വലിയ കേസായി മാഡം. കണ്ടോ, പോലീസ് വന്നിട്ടുണ്ട്. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നമുക്കൊന്നും പറയാനില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ റൂമിലുണ്ടോ? ഇൻസ്പെക്ടർ സർ, വിനായകൻ എന്താ പെട്ടെന്ന് സംഭവിച്ചത്? അയാളെ കൊല്ലാൻ ആരോ ശ്രമിച്ചു. തലനാരിടയ്ക്കാ രക്ഷപ്പെട്ടത്. സുജി മാഡം, ഒരു കാര്യം ശ്രദ്ധിക്കണം. വിനായകൻ ഈ കേസിലെ ഇമ്പോർട്ടന്റ് വിറ്റ്നസ് ആണ്. ഇനി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കേസ് ആകെ കുഴഞ്ഞു മറി. സർ, വിനായകന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പ്രീതുവിനെ കൊല്ലാനുള്ള പണം അയാൾക്ക് കൊടുത്തത് മാനസിയാണോ അതോ മറ്റാരെങ്കിലും ആണോന്ന്. ഇപ്പൊ അയാൾക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അതിനർത്ഥം ഇയാളെ അറ്റാക്ക് ചെയ്ത ആള് തന്നെയായിരിക്കും പ്രീതുവിനെ മർഡർ ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിനായകൻ നമ്മളോടെല്ലാം സത്യസന്ധമായി പറയാൻ പോവാണെന്ന്. ഹാച്ചി ഹാച്ചി ഇനിയും തുമ്മു കൃഷ്ണ, നന്നായിട്ട് തുമ്മു. ആരാ പറഞ്ഞത് രാത്രി നല്ല തണുപ്പുള്ള വെണ്ണ കഴിക്കാൻ? നോക്ക് പ്രീതു, നീ കൃഷ്ണ, നീ ഉടുപ്പ് പോലും ഇടാറില്ല. അറിയാമോ, തണുപ്പുള്ള സമയത്തില്ലേ എന്റെ അമ്മ എനിക്ക് എപ്പോഴും സ്വെറ്റർ ഇട്ട് വരുമായിരുന്നു. ഒരു മിനിറ്റ് കൃഷ്ണ, നീ ഇവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാവേ. എവിടെ? പറഞ്ഞില്ലേ, ഒരു മിനിറ്റ് ഒന്ന് നിക്ക്. ഹലോ പൂജ, ബബിതാന്റെ എന്നോട് മാനസിയുടെ കുറച്ച് ഫയൽസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. അത് പിന്നെ അപ്പോഴത്തെ തിടുക്കത്തില് പെട്ടെന്ന് ഹോസ്പിറ്റലിന്റെ പേരും അഡ്രസ്സും ചോദിക്കാൻ വിട്ടുപോയി. അത് പിന്നെ ഇപ്പൊ ഫോൺ ചെയ്തപ്പോ അൺഅവൈലബിൾ എന്നാ പറയുന്നത്. എന്ന് നിനക്കറിയെങ്കിൽ ആ അഡ്രസ് ഒന്ന് SMS ചെയ്ത് തരുമോ പ്ലീസ്? പൂജ, വളരെ അർജന്റ് ആണ്. മാനസിയുടെ ട്രീറ്റ്മെന്റ് എവിടെ നടക്കുന്നതെന്ന് പ്ലീസ് എനിക്കൊന്ന് SMS ചെയ്ത് തരുമോ? ഞാൻ സെൻഡ് ചെയ്തേക്കാം. താങ്ക് യു. കൃഷ്ണ, കൃഷ്ണ, ഇതാ ഞാൻ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വാഴടിക്ക് വെച്ചിരുന്ന പാലാ. ഞാനിത് കട്ടോണ്ട് വന്നതാ. ഇത് പെട്ടെന്ന് കുടിച്ചേ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നല്ല ചൂട് ചൂട് പാല് കുടിച്ചാ ജലദോഷമൊക്കെ ബും എന്ന് പറന്നു പോകുന്നു. ഇതാ കുടിക്ക്. വേണ്ട വേണ്ട പ്രീതു, ഈ പാല് കുടിച്ചാലൊന്നും എനിക്ക് ശരിയാവില്ല പ്രീതു. നീ എന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോ. അപ്പൊ അദ്ദേഹം ഇഞ്ചക്ഷൻ വെക്കും, എന്റെ അസുഖം മാറും. കൃഷ്ണ, നീ പാല് കുടിച്ചില്ലെങ്കിലുണ്ടല്ലോ ഞാനിതങ്ങ് കുടിച്ചു ചേർക്കും. അല്ല കൃഷ്ണ, എനിക്കിപ്പോ ഒരു സംശയം. നീ ശരിക്കും ദൈവമാണോ അതോ എന്നെ വണ്ടിയാക്കുകയാണോ? ദൈവത്തിന് ഇഞ്ചക്ഷന്റെ ഒരു ആവശ്യമില്ല. ഇതാ പാല് കുടിച്ചേ. പ്രീതു, നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ വൃന്ദാവനത്തിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഞാൻ ചികിത്സ നടത്തിക്കോളാം. വേണ്ട വേണ്ട, സോറി കൃഷ്ണ, സോറി. പ്ലീസ് കൃഷ്ണ, എന്നെ വിട്ട് നീ എങ്ങോട്ടും പോവല്ലേ. പോയാ പിന്നെ എനിക്ക് വാടിയോട് പറയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ പറ്റില്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ഡോക്ടർ അങ്കിളുടെ ഹോസ്പിറ്റൽ എവിടെയാണെന്ന്. എനിക്കറിയാം ഹോസ്പിറ്റൽ എവിടെയാണെന്ന് പ്രീതു. നീ വേഗം വാ, സമയം വളരെ കുറവാണ്. ഓക്കെ, വേഗം പോവാ. പെട്ടെന്ന് വാ. എനിക്കൊന്നും പറ്റില്ല കൃഷ്ണ. കൃഷ്ണ, വാ ഡോക്ടർ അങ്കിളുടെ അടുത്ത് പോവാം. പേഷ്യന്റ് ആയിരുന്ന മാനസി നായരുടെ ഡോക്ടർ ആരാണ്? നിങ്ങൾ ആ ക്യാബിനിൽ വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോ പറയാം. ഡോക്ടർ അങ്കിൾ, ഡോക്ടർ അങ്കിൾ, എന്റെ ഫ്രണ്ടിന് സുഖമില്ലെന്ന് നോക്കൂ ഡോക്ടർ അങ്കിൾ. വാർഡ് നമ്പർ 33. മെസ്സേജ്. കൃഷ്ണ, ഇനി നമ്മൾ എങ്ങനെ ഡോക്ടർ അങ്കിളുടെ അടുത്ത് പോവും? നിന്നെ ആർക്കും കാണാൻ പറ്റില്ല, എന്നെയും കാണാൻ പറ്റില്ല, കേൾക്കാൻ പോലും പറ്റില്ല. ഇവിടെ ഇപ്പൊ വാടി ഉണ്ടായിരുന്നെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് മരുന്ന് വാങ്ങി തന്നേനെ. ഇനി നമ്മൾ എന്ത് ചെയ്യും കൃഷ്ണ?
ഇവിടെങ്ങും ആരുമില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ? എക്സ്ക്യൂസ് മീ. റൂം നമ്പർ 33. വാതില് തുറക്ക്. ആരാ അടച്ചത്? വാതില് തുറക്കാൻ. എന്റെ ദൈവമേ, ആരാ ലൈറ്റ് ഓഫ് ചെയ്തത്? വാതില് തുറക്ക്. എന്റെ ദൈവമേ, ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അയ്യോ കൃഷ്ണ, ഞാൻ തളർന്നു പോയി. പിന്നെ നീ ഒരുപാട് നേരമായിട്ട് തുമ്മുന്നുമില്ല. ഇതിനർത്ഥം നിന്റെ അസുഖം മാറിയെന്നാ. ഇനി വരൂന്ന് വീട്ടിലേക്ക് പോവാം. ഹച്ചി. ഹച്ചി. ഞാൻ ബന്ധനസ്ഥനാണ് പ്രീതു. ഇവിടെ നമ്മളെ ആർക്കും തന്നെ കാണാൻ സാധിക്കില്ല. സുജിയുടെ അടുത്ത് യമൻ ചുറ്റിത്തിരിയുന്നുണ്ട്. നീ എന്റെ സൂചനകൾ മനസ്സിലാക്കിയാൽ മതിയാകൂ പ്രീതു. വേഗം എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോകൂ. വേഗം ആട്ടെ. എമർജൻസി കൃഷ്ണ, കൃഷ്ണ വേഗം വാ 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 വാ. ഹച്ചി, ഓടി വാ കൃഷ്ണ, ഞങ്ങൾക്ക് എമർജൻസി ഉണ്ട്. വേഗം വാ. ഹച്ചി. ഡോക്ടർ, ഡോക്ടർ. പ്രീതു, ഡോക്ടർ. ഞാനിവിടെയാ. ഞാനിവിടെ ഉണ്ട്. കൃഷ്ണ, ഇവിടെ ആരുമില്ലല്ലോ, ലൈറ്റും ഇല്ലല്ലോ. എനിക്ക് പേടിയാവുന്നു കൃഷ്ണ. എനിക്ക് ഒരുപാട് പേടിയാവുന്നു. കൃഷ്ണ, എവിടെയാ പോയത് നീ? കൃഷ്ണ, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കരുത് കേട്ടോ. ഞാൻ പോയി ഡോക്ടർ അങ്ങളുടെ അടുത്ത് പറയാം എനിക്ക് ഇഞ്ചക്ഷൻ തരാൻ. കൃഷ്ണ, എവിടെയാ പോയത്? കൃഷ്ണ, ഞാൻ 3 വരെ കൗണ്ട് ചെയ്യും. എന്നിട്ട് നീ വന്നില്ലെങ്കിലുണ്ടല്ലോ, ഞാനും എവിടുന്ന് പോവും. 1 8 4. കൃഷ്ണ, വായടി.
എന്താ പറ്റിയത്? വായടി, വായടി, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വായടി, എന്തെങ്കിലും പറയുന്നേ, നിനക്ക് എന്താ പറ്റിയത്? ഒന്ന് എണീക്കൂന്ന്. കൃഷ്ണ, കൃഷ്ണ, എവിടെയാ നീ കൃഷ്ണ? വായടി, കൃഷ്ണ, എവിടെയാ നീ? എന്റെ വായടി ആരെങ്കിലും രക്ഷിക്കണേ! ആരെങ്കിലും ഉണ്ടോ? എന്റെ വായടി ഒന്ന് രക്ഷിക്കണേ! കൃഷ്ണ, കൃഷ്ണ, അങ്കിൾ, ആരെങ്കിലും ഒന്ന് വരൂന്നേ! അങ്കിൾ, അങ്കിൾ ഒന്ന് നിൽക്കുന്നേ! അങ്കിൾ, എന്റെ വായടി ഒന്ന് രക്ഷിക്കുന്നേ! അങ്കിൾ, പ്ലീസ് അങ്കിൾ, ആ വായടി ഒന്ന് രക്ഷിക്കേ! അങ്കിൾ, അങ്കിൾ പോലെ, അങ്കിൾ ഒന്ന് നിൽക്കുന്നേ! അങ്കിൾ പ്ലീസ്, അങ്കിൾ വായടി ഒന്ന് രക്ഷിക്കണേ! അങ്കിൾ പ്ലീസ് പോലെ, അവിടെ നിൽക്കണം! അങ്കിളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് അങ്കിളെ! അങ്കിളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്! അങ്കിൾ പോലെ, എന്റെ വായടി ഒന്ന് രക്ഷിക്ക്! ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്! അവിടെ എന്റെ വായടി ഉണ്ട്! ഒന്ന് രക്ഷിക്കുന്നേ!